ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് പറയുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഒരുപാട് ബിഗിനേഴ്സിന് ഇല്ലെങ്കിൽ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന ഡെയിലി ട്രേഡേഴ്സിന് ആ അനാലിസിസ് വളരെ യൂസ്ഫുൾ ആകുന്നതായിട്ട് കാണാറുണ്ട്. സോ മാക്സിമം മാർക്കറ്റ് അവറിന് എത്രയും നേരത്തെ ആ ഒരു അനാലിസിസ് ഇടണം എന്നുണ്ടായിരുന്നു. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനത് 8 o'clock ഞാൻ സെൽഫായിട്ട് റെക്കോർഡ് ചെയ്യുവാണ്. യൂഷ്വലി സെൽഫായിട്ടല്ല ഞാൻ റെക്കോർഡ് ചെയ്യാറുള്ളത്, നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. സോ അത് ലാസ്റ്റ് ടൈമിലാണ് സംഭവിക്കാറുള്ളത്. ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഓക്കെ, ഞാനപ്പോൾ ഇതിൻ്റെ അനാലിസിസിൽ വന്നു കഴിഞ്ഞാൽ ലെറ്റ് മീ ഡ്രാഗ്. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ അനാലിസിസ് ആണ്. ഈ ചാർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കാണുന്ന ഒരു ചാർട്ടാണ്. നിങ്ങൾ ഒരുപാട് ലൈൻസ് നോക്കണ്ട. ഞാനൊരു ഡെയിലി ട്രേഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലൈൻസ് ഉണ്ടാവും. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുക. ലൈൻസിനെയോ ബാക്കി ഡ്രോയിങ്സിനെയോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് സെൽ ഓഫ് വന്നു. സെൽ ഓഫ് ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ മാർക്കറ്റ് തിരിച്ച് കയറി വന്നു. ഇതൊരു റൈസിങ് വെഡ്ജാണ്. പക്ഷെ ആ ഒരു ഗ്യാപ്പിന്റെ ഏരിയയിൽ നമുക്ക് റിജക്ഷൻ വന്നു. ഇല്ലെങ്കിൽ തന്നെ അതൊരു വളരെ വലിയൊരു സപ്പോർട്ടാണ് 24,500 എന്നുള്ളത്. ആ സപ്പോർട്ടിന്റെ റെസിസ്റ്റൻസിന് അടുത്ത് വന്നപ്പോൾ സെൽ ഓഫ് വന്നു. അടുത്ത സപ്പോർട്ട് റേഞ്ച് ആയിട്ടുള്ള 24,000ലേക്ക് അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ 24,240 മേളിലാണെങ്കിൽ ഇതൊരു സ്വിംഗ് റേഞ്ച് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഇതൊരു സ്വിംഗ് ഹിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. സ്വിംഗ് പോവേണ്ടതായിരുന്നു, ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ വീക്ക്നെസ്സസ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവന്നു. സോ ഇനി എപ്പോഴാണോ ഈ ഒരു 240 എബോ സോളിഡ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം കാണുന്നത്, അപ്പോഴായിരിക്കും ഇനി അടുത്തൊരു നല്ലൊരു അപ് ട്രെൻഡ് മൂവ് വരാനുള്ള സാധ്യത. ഓക്കെ, ഇപ്പൊ നമ്മൾ വീക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വീക്കല്ല. ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായി തിരിച്ച് വീണ്ടും ഏകദേശം അതിന്റെ അടുത്ത് വന്നു. ഒരു 40 പോയിന്റ്സിന്റെ ഡിഫറൻസിൽ തിരിച്ച് വീണ്ടും ബൗൺസ് ചെയ്തു. തിരിച്ച് വീണ്ടും അതിന്റെ താഴെ പോയി തിരിച്ച് വീണ്ടും ബൗൺസ് ചെയ്തു. സോ നിൽക്കുന്നു. പക്ഷെ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീക്ക്നെസ് ഇവിടെ കിടപ്പുണ്ട്. സോ ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളതാണ്. സ്റ്റിൽ എക്സ്ട്രീംലി വീക്കായിട്ടില്ല ഈ ഒരു വീക്ക്നെസ്. ഞാനിപ്പോൾ ഇത് ഒരു ചാർട്ടായിട്ട് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇതൊരു റൈസിംഗ് വെഡ്ജ് ആയിരുന്നു. സോളിഡ്ലി ഒരു ടൈമിൽ ഇതൊരു റൈസിംഗ് വെഡ്ജ് ആയിരുന്നു. ഞാൻ തൽക്കാലം ഇതിനെ മാറ്റി ഒരു അപ് ട്രെൻഡ് ചെറിയൊരു ചാനലിലേക്ക് വെക്കുന്നു. സോ ബട്ട് ആ ചാനലിന്റെ ബോട്ടം സൈഡിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. സോ ബോട്ടം ബ്രേക്ക് ചെയ്തേക്കാം എന്നുള്ള ഒരു അനാലിസിസ് അവിടെ കിടപ്പുണ്ട്. ആയിട്ടില്ല. ആവുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊരു ബഫറിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിലേക്ക് 24,000 താഴെ വന്നു കഴിഞ്ഞാൽ 23,660 റേഞ്ചിലേക്ക് വീഴുന്നേക്കാം. 800 to 660 ഒരു ടാർജറ്റ്സ് ഉണ്ട് അവിടെ. സോ ഇതാണ് മാർക്കറ്റിന്റെ അനാലിസിസ്. സ്റ്റിൽ ഓക്കെ ആണ്, ഒരു സാധ്യതയുണ്ട് പിടിച്ചു നിൽക്കാനുള്ള. ഈ ഒരു ഏരിയയെങ്കിലും നമുക്ക് മാറി കിട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 240 മേളിൽ, അത് 500 മേളിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഉണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. സോ ക്യാൻഡിലുകൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ ഒരു ഡൗൺ ട്രെൻഡ് ചാനലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കിടന്നത്. നമ്മൾ നിഫ്റ്റിയിൽ എന്താണ് അപ് ട്രെൻഡ് ചാനലാണ് കാണിച്ചത് അല്ലെ. എന്നാൽ ഇവിടെ കാണുന്നുണ്ട് ഇത് ഡൗൺ ട്രെൻഡും ഇത് അപ് ട്രെൻഡ് ചാനലിൽ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോയത്. നമ്മൾ കുറച്ച് വലിയ ഡേറ്റ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അപ് ട്രെൻഡ് ചാനൽ തന്നെയാണ് അല്ലെ. അപ്പോൾ രണ്ടുപേരും ഇതൊരു അപ് ട്രെൻഡ് ചാനലും ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5ാം തീയതിയിൽ നിന്ന് ഇത് അപ് ട്രെൻഡിൽ പോയിട്ട് സെയിം രണ്ടും ഐഡന്റിക്കൽ തന്നെയാണ്. ചാർട്ട് ഐഡന്റിക്കൽ തന്നെയാണ്. ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ആക്കാൻ വേണമെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരുന്നു ചാർട്ട്. സോ നമുക്കിതിനെ കുറച്ച് പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിട്ട് വരും. കുറച്ച് ഡിഫറൻസ് ഉണ്ട് ചാർട്ടിനുള്ളിൽ, എന്നാലും ഓക്കെ. ഫൈനലി ലാസ്റ്റ് നടന്ന സംഭവം ഇത് തന്നെയാണ്. കയറി ഒരു റൈസിംഗ് വെഡ്ജിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു, ഇത് താഴേക്ക് വീഴുന്നു. സോ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയ 1, 2,
3, റൈറ്റ്? ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. സോ ഇനി ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഈ ഒരു സോണിലേക്ക് ഒരു 49,350 to 440 റേഞ്ചിലേക്ക് താഴേക്ക് വന്നേക്കാം. കുറച്ചൊന്ന് മേളിലോട്ട് കയറി ഒന്ന് ബുള്ളിഷായി എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ 50,000 മേളിലാണെങ്കിൽ നമുക്ക് 5400 വരെയുള്ള ഒരു അപ് ട്രെൻഡ് ചാനലിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഫൈൻ. ഇപ്പോൾ ഈ ഒരു അനാലിസിസ് വെച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നതിന് എനിക്കൊരു ബെയറിഷ് പെനന്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സോ ദാറ്റ് ബെയറിഷ് പെനന്റ് ബി ലൈക്ക് ദിസ്. ഓക്കെ, ഓക്കെ, ഇതൊരു ബെയറിഷ് പെനന്റ് ആണ്. ഓക്കെ, ഫ്ലാഗ് ആയിട്ടും ഒരു ബെയറിഷ് ഫ്ലാഗ് ആയിട്ടോ ബെയറിഷ് പെനന്റ് ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഫ്ലാഗ് അല്ല അത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇനി ഒരു ഡിസിഷൻ എടുക്കാം. മാർക്കറ്റിനകത്ത് ട്രേഡ് ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഇന്ന് HDFC ബാങ്കിൽ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി കാണാൻ സാധ്യതയുണ്ട്. സോ 1612 മേളിലോ ഒക്കെ നമുക്ക് 1620 കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല, കളക്റ്റീവ്ലി ബാക്കി എല്ലാവരും കൂടെ മാർക്കറ്റിനെ ഇടിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് പുട്ട് ഓപ്ഷനെ കുറിച്ചൊക്കെ നല്ല ക്യാൻഡലുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനാലിസ്റ്റ് അല്ല. സോ നിങ്ങളുടേതായ അനാലിസിസ് ചെയ്യുക. ഞാൻ എൻ്റെ ട്രേഡിംഗ് ഐഡിയ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള ട്രേഡ് ഡിസിഷൻ അല്ല പറയുന്നത്. ഇത് എൻ്റെ അനാലിസിസ് പറയുന്നു. നിങ്ങൾക്കത് അതുമായിട്ട് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തേക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഓക്കെയാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള 1-2 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിലായിരിക്കും അത്യാവശ്യം നല്ല വോളറ്റിലിറ്റി വരിക. കോൾ സെക്ടറിലുള്ള അല്ലെങ്കിൽ എനർജി സെക്ടറിലുള്ള കുറച്ച് സ്റ്റോക്സിനകത്ത്, അതായത് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, സോ മൈനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദാന്ത കോർപ്പറേഷൻ, അങ്ങനെ കുറച്ചധികം സ്റ്റോക്സ് ഉണ്ട്. നെറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ വെറുതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കിട്ടും. അപ്പോൾ അതിലൊക്കെ ഒരു വീക്കർ ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. സോ അതിനെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച്, നെഗറ്റീവ് സൈഡിലത്തെ ആ മൂവ്മെന്റിനെ ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പോസിറ്റീവ് സൈഡിൽ IT സെക്ടറിലെ സ്റ്റോക്സിൽ ബാക്കി സെക്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല. സെക്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സെക്ടറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കാം. ഒന്നും അറിയുന്നില്ല. ഓട്ടോ സെക്ടർ, യെസ്, ഓട്ടോ സെക്ടറിനകത്ത് മഹേന്ദ്ര താറിന്റെ റോക്സ് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമാണ്. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ലൊരു സംഭവമാണ്. സോ ദാറ്റ് മഹേന്ദ്ര ഭാവിയിലേക്ക് നല്ലൊരു ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി മഹേന്ദ്രയുടെ സ്റ്റോക്സിനുള്ളിൽ കണ്ടേക്കാം. സോ ഓട്ടോ സെക്ടർ ഫോക്കസ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. മെറ്റൽ സെക്ടർ വീക്ക് ആയിരിക്കും. ബിക്കോസ് ഞാൻ കോളിന്റെ കാര്യം പറഞ്ഞു. കോൾ അവിടെ ഒരു വലിയൊരു ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മെറ്റല് നമ്മുടെ PSU മാർക്കറ്റിലെ സ്റ്റോക്സ്, അതായത് കോള്, റെയിൽവേ അധികം കോളുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ടിട്ടില്ല. അവിടെ ഡീസലാണ്. എന്നാൽ പോലും ആ ഒരു കോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടേഴ്സ് നോക്കിക്കോ. മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവിൽ വരാൻ സാധ്യതയുണ്ട്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി വെച്ചിട്ട് ആലോചിക്കാന്നുള്ളൂ. സോ എനർജി സെക്ടർ, മെറ്റൽ സെക്ടർ നെഗറ്റീവ് സൈഡിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ബാങ്കിങ് സെക്ടർ ഓൾറെഡി വീക്കിലാണ് നിൽക്കുന്നത്. അതിന്റെ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. IT സെക്ടർ ആൻഡ് ഓട്ടോ സെക്ടർ പോസിറ്റീവ് സൈഡിൽ വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 3-4 നിങ്ങൾ കേട്ടിട്ടുള്ള നല്ല 3-4 സ്റ്റോക്സ് എടുത്തിട്ട് അത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ലൈവ് മാർക്കറ്റിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ലൈവ്, ഇന്ന് ആക്ച്വലി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഫ്രം മൺഡേ ഇറ്റ്സെൽഫ് നമുക്ക് 9 മണിക്ക് മുന്നേ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു സെഷൻ ചെയ്യും. ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് തരിക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ മതിയാവുമോ എന്നുള്ളത്. അതായത് ഞാൻ എലോണായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് സെഷൻ ഞാൻ ഇട്ടാൽ മതിയാവോ, അതോ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ടോ? കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും മോസ്റ്റ്ലി 90-95% ആൾക്കാരും ഡൗട്ട്സ് ചോദിക്കാറില്ല. സോ എനിക്കിതാണ് കംഫർട്ടബിൾ. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വരുന്ന ഒരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. സോ എനിക്കിത് കംഫർട്ടബിൾ ആണ്. നിങ്ങൾ പറയുക നിങ്ങളുടെ കംഫർട്ടബിലിറ്റി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രേഡ് സേഫ്. ഈ വീഡിയോ എനിക്ക് ഒരുപാട് നീട്ടാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്കത് വളരെ ചുരുക്കത്തിൽ കേൾക്കാനുള്ളതാണ്. സോ 10 മിനിറ്റ്സിന് ഫുള്ളിൽ ഞാനിത് ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.